ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്നത് പാടത്താളിയും അതിൻ്റെ ചില ഗുണങ്ങളെക്കുറിച്ചുമാണ്. സാധാരണയായി നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന വളരെ മികച്ച ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. പാടവള്ളി, പാടക്കിഴങ്ങ്, പാടത്താളി എന്നിങ്ങനെ പല പേരിൽ ഇവ സാധാരണ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. വള്ളിച്ചെടിയായിട്ട് വളരുന്ന ഇവ മറ്റു ചെടികളിൽ പടർന്നു പിടിച്ച് കയറുന്നതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത്. തലയിലെ താരനും ചൊറിച്ചിലും മുടികൊഴിച്ചിലും ഒക്കെ മാറ്റാനായിട്ട് സാധാരണയായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണിവ. താളി ഉണ്ടാക്കാൻ ഇവയുടെ ഇലയും തണ്ടുമാണ് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇവ തലയിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വെച്ച് അതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതിയാവും സാധാരണയായിട്ട്. അതുപോലെ ജലദോഷം, കഫക്കെട്ട്, അലർജി, നീരിറക്കമൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ ഇവ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം വെച്ചാൽ മതിയാകും. അതുപോലെ അലർജി ഉള്ളവരൊക്കെ തണുപ്പ് കാലങ്ങളിൽ ഇവ മാക്സിമം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഉപയോഗിച്ച് ശീലമുള്ളവരാണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചതിന് ശേഷം കഴുകിക്കളയുന്നത് കൂടുതൽ നന്നായിരിക്കും. പാടത്താളിയുടെ ശാസ്ത്രീയ നാമം സൈക്ലിയ പാൽറ്റേറ്റ എന്നാണ്. സാധാരണയായി മറ്റ് താളികൾ, അതായത് ചെമ്പരത്തിത്താളി അങ്ങനെയുള്ളവയൊക്കെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം ജെൽ ഫോർമേഷനിൽ തന്നെയാണ് ഇവ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് മാത്രം അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ കല്ലിൽ അരക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കല്ലില്ലാത്തവർ മിക്സിയിൽ അരക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ മിക്സിയിൽ അരക്കുന്ന ടൈമിൽ ഇതിൻ്റെ തണ്ട് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇവ സാധാരണയായിട്ടും മറ്റ് താളികളെ അപേക്ഷിച്ച് തലയ്ക്ക് കുറച്ചുകൂടെ നല്ല തണുപ്പ് നൽകുന്ന ഒന്ന് കൂടിയാണ്. അതുകൊണ്ടാണ് ജലദോഷം, കഫക്കെട്ടൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവ ഉപയോഗിക്കുമ്പോൾ തലയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൈം വെച്ചതിന് ശേഷം മാത്രം ഈ താളി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നല്ല കയ്പ്പ് രസമുള്ളൊരു ചെടി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ പണ്ട് മുതലേ പല ത്വക്ക് രോഗങ്ങൾക്കും ഇവ ഉപയോഗിച്ച് വരുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി വൈറലും ആൻറ്റി ബാക്ടീരിയലും ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് ഇവ. ഇതുകൂടാതെ രക്തശുദ്ധീകരണത്തിന് ഇവ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾക്ക്, മൂത്രാശയ സംബന്ധമായ അസുഖം, മൂത്രാശയത്തിലെ കല്ല് പൊടിക്കാൻ തുടങ്ങിയവയ്ക്കൊക്കെ ഇവ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നതായിട്ട് ആയുർവേദത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ പാമ്പ് കടിച്ചാലൊക്കെ അതിൻ്റെ ഒരു വിഷത്തിന് ലേപനമായിട്ട് ഇവ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് അറിയപ്പെടുന്നു. കൂടാതെ വയറിളക്കം, നേത്രരോഗം, പൈൽസ്, ഗർഭാശയ രോഗങ്ങൾ, പിത്തം, കഫം തുടങ്ങിയവയ്ക്കും ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കിഴങ്ങാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്നതായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ കിഴങ്ങ് മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പുറമെ പല കൂട്ടുകളും ഇതിൽ ചേർക്കുന്നുണ്ട് ആയുർവേദത്തിൽ. അങ്ങനെയാണ് ഇവ പല അസുഖങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവർ സ്വയം ചികിത്സ നടത്താതെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇവ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണയായി മറ്റ് വള്ളിച്ചെടികളെ അപേക്ഷിച്ച് ഇവയുടെ തണ്ടിനും വേരിനും കുറച്ച് ബലം കൂടുതലായിരിക്കും. അധിക വീട്ടിൻ്റെ പരിസരത്ത്, അതായത് തണുത്ത പ്രദേശങ്ങളിൽ, ഈ പാറക്കെട്ടിൻ്റെയൊക്കെ സൈഡ്, അതുപോലെ തോടിൻ്റെയൊക്കെ സൈഡിലൊക്കെ സാധാരണയായിട്ട് ഇവ വളരെയധികം കണ്ടുവരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ആൾക്കാരെ അപേക്ഷിച്ച് ഇന്നത്തെ ജനറേഷനിൽ ഈ ചെടി കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അതുപോലെ ഇന്ന് പലർക്കും ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല. ഇനി ഈ ചെടി വീടിൻ്റെ പരിസരത്തൊക്കെ കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഇത് മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റ് താളികളെ അപേക്ഷിച്ചിട്ട് വളരെ ഒരു നല്ല ഗുണമുള്ള ഒരു താളി കൂടെ തന്നെയാണ്. നമ്മുടെ താരനും മുടികൊഴിച്ചിലൊക്കെ വളരെ വേഗം മാറിക്കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിലെ പറമ്പിൽ കാണുന്ന ടൈമിലൊക്കെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന ഒരു താളി, പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നൊരു താളി തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.